നാനാഭാഗത്തേക്കും ചിന്തിച്ചുകൊണ്ട് പലതും ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യൻ ആകാശഭൂമികൾ പടച്ച തമ്പുരാനിലേക്ക് എന്റെ മനസ്സ് ഞാൻ തിരിച്ചു വച്ചു എന്ന് പറയുമ്പോൾ അയാളത് പറയുന്നത് കളവല്ലേ? സുബൈ നമസ്കരിക്കുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി അല്ലാഹു തആലാന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്. കള്ളപ്രതിജ്ഞ. എന്താ? മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കാതെ എന്റെ മനസ്സ് ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തു കളവ്. ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയാളോ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുബഹിസ്കരിക്കാൻ വേണ്ടി പോയി ആദ്യത്തെ കളവ് പടച്ചവനോട് പറഞ്ഞു. ഇനി ആ ജീവിതം ആരംഭിക്കുന്നത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ പ്രതിജ്ഞക്ക് പോലും എന്ന വാക്ക് പോലും അർത്ഥവത്തായിട്ട് മാറുന്നുള്ളൂ. ഒരു മനുഷ്യൻ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ പിന്നെ പാപത്തിന്റെ ഒരു കറ പോലും ബാക്കി കിടക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബക്കളോട് ചോദിച്ചു, ഒരു പുഴ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ വീട്ടുപടിക്കലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നും 5 പ്രാവശ്യം അതിൽ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവന്റെ അഴുക്കിൽ നിന്ന് വല്ലതും ബാക്കി കിടക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, ഇല്ല എങ്കിൽ ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. അതുപോലെയാണ് 5 വഖത്ത് നിസ്കാരത്തിന്റെ അവസ്ഥ. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. 5 വഖത്ത് നിസ്കാരങ്ങളെ കൊണ്ട് അല്ലാഹു എല്ലാ പാപങ്ങളും മായ്ച്ചു കളയും. മനുഷ്യന്റെ അഴുക്കാണ് മനുഷ്യന്റെ പാപങ്ങൾ. നിസ്കാരത്തിന്റെ പ്രതിഫലമാണത്. നമ്മളൊക്കെ 5 വഖത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. നമ്മിൽ പാപത്തിന്റെ ഒരു അംശവും ശേഷിച്ചിരിപ്പില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് നമ്മുടെ നിസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്താ നിബന്ധനയുണ്ട് ആ നിസ്കാരത്തിന്? 5 വഖത്ത് നിസ്കാരം ഒരു മനുഷ്യൻ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഓരോ നിസ്കാരങ്ങൾക്ക് ഇടയിൽ ചെയ്ത പാപങ്ങളെല്ലാം അടുത്ത നിസ്കാരങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും. ഇപ്പൊ സുബഹിസ്കരിച്ചു, അങ്ങനെ ളുഹർ ആയപ്പോഴേക്ക് എന്തോ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അത് ളുഹുർസ്കാരത്തോട് കൂടെ അതങ്ങ് പൊറുക്കപ്പെടും. ളുഹുർസ്കാരം കഴിഞ്ഞിട്ട് അസറിന്റെ മുമ്പായി കുറച്ച് തെറ്റായ കാര്യം ചെയ്തെങ്കിൽ അസറോട് കൂടെ അതും പൊറുക്കപ്പെട്ടു. പിന്നെ മഗ്രിബിന്റെ മുമ്പായി ചെയ്ത പാപങ്ങൾ മഗ്രിബ് നമസ്കാരങ്ങളെ കൊണ്ടും അങ്ങനെ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് പാപങ്ങൾ ഉണ്ടാകില്ല. വസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജുതിനിബത്തിൽ കബായിർ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസാണ്. വസ്സലവാത്തുൽ ഖംസ് 5 വഖത്ത് നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ ഒരു ജുമുഅ നമസ്കാരം തൊട്ട് അടുത്ത ജുമുഅ നമസ്കാരം വരെയുള്ള ഒരു ആഴ്ചയുടെ കാലയളവ്, വറമളാനു ഇലാ റമളാൻ ഒരു റമളാൻ മാസം കഴിഞ്ഞ് അടുത്ത 11 മാസം കഴിഞ്ഞ് വീണ്ടും റമളാൻ വരുന്ന കാലയളവ്. ഈ കാലയളവുകൾ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന. ഈ കാലയളവിൽ ഉണ്ടാകുന്ന പാപങ്ങളെയെല്ലാം ഈ കർമ്മങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും എന്നാണ് ഹദീസിന്റെ സാരം. 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചാൽ ഓരോ നിസ്കാരങ്ങൾക്ക് ഇടയിലുള്ള തെറ്റുകുറ്റങ്ങളെ തൊട്ട് ബാക്കിലുള്ള നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുകയാണ്. അങ്ങനെ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവോ എങ്കിൽ പിന്നെ അയാൾക്ക് പാപങ്ങളില്ല. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്തു, അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് തെറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഈ ജുമാ നമസ്കാരം കൊണ്ടും ഈ പാപം പൊറുക്കപ്പെടാം. പാപങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതിനനുസൃതമായി അള്ളാഹു അയാൾക്ക് ദറജ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരു നിബന്ധന, ഈ റജുത്തിനിബത്തിൽ കബായിർ വൻപാപങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നുവെങ്കിലാണ് എല്ലാം പൊറുക്കപ്പെടും എന്ന് പറയുന്നത്. വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതൊരു കറയായിട്ട് അവിടെ കടക്കും. സൽക്കർമ്മങ്ങളെ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നുവെങ്കിലും അതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട അഇമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് വൻപാപങ്ങളൊന്നും ഇല്ലാതെ മദ്യപാനമില്ല, വ്യഭിചാരമില്ല, അതുപോലത്തെ വൻപാപങ്ങളൊന്നും ചെയ്യുന്നില്ല. ചെറിയ പാപങ്ങൾ എത്ര ഹറാമുകൾ ചെയ്തിരിക്കുന്നുവെങ്കിലും അതൊക്കെ ഈ കർമ്മങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
പക്ഷെ ഇവിടെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് തെറ്റുകുറ്റങ്ങളെ പൊറുക്കപ്പെടണമെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ചില പ്രത്യേകമായ നിബന്ധനകളുണ്ട്. എന്താ നിബന്ധനയെന്നോ? നിസ്കാരത്തിൽ ഖുശൂഅ് വേണം. അള്ളാഹു നമ്മോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട രീതിയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആ നിസ്കാരത്തെ നിർവഹിക്കണം. അപ്പോഴാണ് ഈ പാപങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കുക. അല്ല, നമ്മൾ സുബഹിസ്കരിച്ചു, നമ്മൾ എത്ര റക്അത്താ സുബഹിസ്കരിച്ച് പോലും നമുക്ക് അറിയൂല, അല്ലെങ്കിൽ മറ്റുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോൾ യാതൊരു ചിന്തയുമില്ലാതെ ഏതൊക്കെയോ ലോകത്ത് ആലോചിച്ച് നിസ്കരിക്കും. അത്തരം നിസ്കാരം നിസ്കരിച്ചാൽ അടുത്ത വക്താകുമ്പോഴേക്ക് ചെയ്യുന്ന പാപങ്ങള് പിന്നത്തത് കൊണ്ട് പൊറുക്കപ്പെടുന്നു പ്രതീക്ഷിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു തആല നമ്മോട് പറഞ്ഞ ചിട്ടകൾ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മാത്രമാണ് ആ പറയപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ആ കർമ്മങ്ങൾക്ക് ലഭിക്കുക. നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ പൊറുക്കപ്പെടണമെങ്കിൽ നമുക്ക് ഖുശൂഅ്, ഭക്തി എന്ന് പറഞ്ഞ സംഗതി നിസ്കാരത്തിൽ ഉണ്ടായിരിക്കണം. ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ തോതനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല അവന്റെ നിസ്കാരത്തിന് പ്രതിഫലം എത്രയോ മടങ്ങുകളായിട്ട് ഉയർത്തും. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചു. ഏതാ വിശ്വാസികൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ അവർക്ക് ഭക്തി ഉണ്ടാകും, പടച്ചവനെ പറ്റിയുള്ള പേടിയുണ്ടാകും, ബോധമുണ്ടാകും. ഇങ്ങനെ നിസ്കാരത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ അല്ലാഹ് എന്ന ചിന്ത വിട്ടുമാറാതെ ഒരാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുവെങ്കിൽ അവനാണ് ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമായി നിസ്കരിച്ച ആള്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് എങ്ങോട്ടാണ്? കഅബയിലേക്കാണ്. എന്നാൽ കഅബയിലേക്ക് തിരിക്കേണ്ടത് ഈ ശരീരം മാത്രമാണ്. ഖിബ്ലത്തുൽ ഖൽബി അർ-റബ്ബ് വ ഖിബ്ലത്തുൽ ബദനിൽ കഅബ. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഖിബ്ലയാണ് കഅബ. കഅബയിലേക്ക് തിരിച്ചു വെക്കേണ്ടത് ഈ ഭൗതിക ശരീരമാണ്, മനസ്സിനെയല്ല. മനസ്സ് കഅബയെ പറ്റി ആലോചിച്ചുകൊണ്ടല്ലോ നിസ്കരിക്കേണ്ടത്. വ ഖിബ്ലത്തുൽ ഖൽബി അർ-റബ്ബ്. തന്റെ ഖൽബ്, ഹൃദയത്തിന്റെ ഖിബ്ല അത് റബ്ബ. ഹൃദയം തിരിയേണ്ടത് റബ്ബിലേക്കാണ്. ഈ ശരീരമാണ് കഅബയിലേക്ക് തിരിച്ചു വെക്കേണ്ടത്. അങ്ങനെ മനസ്സിനെ അല്ലാഹു തആലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തന്റെ നിസ്കാരം അർത്ഥവത്തായ നിസ്കാരമാകുന്നത്. ആ നിസ്കാരത്തിനാണ് ഈ പറയപ്പെട്ട പ്രതിഫലമെല്ലാം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ നിസ്കാരത്തിന് ആ പ്രതിഫലം കിട്ടുന്നുണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം. ഓർത്തു നോക്കൂ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നിസ്കാരത്തിലേക്ക് നിന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരാത്ത കാര്യങ്ങളുണ്ടോ? അതുവരെ ആലോചിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ പോലും നിസ്കാരത്തിലല്ലേ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്, ആസൂത്രണം ചെയ്യാറുള്ളത്. ഒഴിഞ്ഞിങ്ങനെ നിൽക്കല്ലേ കുറച്ച് സമയം, എന്നാ എന്തെങ്കിലുമൊക്കെ ആലോചിക്കട്ടെ. അങ്ങനെ ആലോചനയിൽ മുഴുകി നിസ്കാരം അവസാനിപ്പിക്കുന്ന നിസ്കാരമല്ലേ നമ്മുടെ നിസ്കാരം. അങ്ങനെ അല്ല വേണ്ടത്. അല്ലാഹു എന്ന ആ ചിന്ത മനസ്സിൽ ഉറപ്പിച്ചു നിർത്തി മറ്റു ഒരു ഭാഗത്തേക്കും നമ്മുടെ മനസ്സിനെ പോകാൻ സമ്മതിക്കാതെ പിടിച്ചു കെട്ടാൻ കഴിയണം. അതാണ് ഖുശൂഅ്, അതാണ് നിസ്കാരം, അതാണ് ഇഖാമത്തുസ് സ്വലാ. നിസ്കാരത്തെ അതിന്റെ മര്യാദകളോട് കൂടെ ചിട്ടകളോട് കൂടെ സൂക്ഷിച്ചു നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ നിസ്കാരത്തിനാണ് അല്ലാഹു തആല ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലാത്ത നിസ്കാരമുണ്ട്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് മടിയന്മാരായി നിസ്കരിക്കുക. ഈ മടിയന്മാരായി നിസ്കരിക്കുന്ന സ്വഭാവം അത് യഥാർത്ഥ വിശ്വാസികൾക്കുള്ള സ്വഭാവമല്ല എന്നും അത് കപട വിശ്വാസികളുടെ സ്വഭാവമാണെന്നും ആ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മളല്ല, മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് നിസ്കരിച്ചൊരു ടീമുണ്ട്. അവരാരെന്നറിയോ? കപട വിശ്വാസികൾ, മുനാഫിഖുകൾ. അവർക്ക് ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല. ബാഹ്യമായിട്ട് വിശ്വാസികളാണെന്ന് അഭിനയിക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാർക്കിടയിൽ മറ്റ് മുഅ്മിനീങ്ങൾക്കിടയിൽ വിശ്വാസിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കപടമായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. ഉള്ളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകൂല. അവരാണ് കപട വിശ്വാസികൾ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ അടിത്തട്ടിലാണ് കപട വിശ്വാസികൾ ഉണ്ടാവുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ കപട വിശ്വാസികൾ, അവരെ പറ്റിയിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. സൂറത്തുൻ നിസാഇൽ കാണും.
വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, നിസ്കാരത്തിലേക്ക് നിന്നാൽ അലസന്മാരായിട്ടാണ് അവർ നിസ്കാരത്തിലേക്ക് നിൽക്കുക. യുറാഊനന്നാസ, തങ്ങൾ നിസ്കരിക്കുകയാണെന്ന് മറ്റുള്ള ആളുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ മുമ്പിൽ നിസ്കാരക്കാരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മടിയന്മാരായിട്ട് നിസ്കരിക്കുന്നവരുണ്ട്. അത് കപട വിശ്വാസികളുടെ സ്വഭാവമാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ ചെറിയ തോതിൽ മാത്രമേ അവർ ഓർക്കാറുള്ളൂ. അപ്പോൾ കപട വിശ്വാസികളുടെ നിസ്കാരത്തിന്റെ സ്വഭാവമാണ് അലസന്മാരായി മടിയന്മാരായി അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെ നിസ്കരിക്കുക എന്നുള്ളത്. ഈ നിസ്കാരമല്ലേ സത്യത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ നിസ്കരിക്കുന്നത്? എല്ലാവരും അവനാനോട് ചോദിച്ചു നോക്കിയാൽ മതി. സ്വന്തത്തോട് ചോദിക്കൂ. നമ്മൾ നിസ്കരിച്ചു മഗ്രിബ് നിസ്കാരത്തിൽ അള്ളാഹു എന്ന ചിന്ത, അതിന്റെ ആദ്യം തൊട്ട് സലാം വീട്ടുന്നത് വരെ നമ്മൾ ആ നിസ്കാരത്തിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോ വരാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും? എന്നാ മുനാഫിഖുകളെ പറ്റിയിട്ട് പോലും അല്ലാഹു തആല പറഞ്ഞത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ഒരു ലേശം മാത്രമേ അള്ളാഹിനെ പറ്റി ചിന്തിക്കുള്ളൂ എന്നാ. നമ്മൾ ലേശമെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനൊക്കെ നിസ്കരിച്ചാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുമ്പിലൂടെ പുഴ ഒഴുകിയാൽ 5 വട്ടം കുളിച്ചവന്റെ തടിയിൽ അഴുക്കുണ്ടാവുകയില്ലെന്ന് പറഞ്ഞതുപോലത്തെ നിസ്കാരമായി നമ്മുടെ നിസ്കാരം മാറൂല. 5 വഖത്ത് നിസ്കാരങ്ങൾക്കിടയിലെ പാപങ്ങളെല്ലാം നിസ്കാരങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ പെടണമെങ്കിൽ അതിൽ ഈ ഖുശൂ, ഈ ഭക്തിയെ അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നിർബന്ധമാണ്. സത്യത്തിൽ നാം അല്ലാഹു തആലാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന നടത്തിയിട്ടല്ലേ നിസ്കാരത്തിലേക്ക് നമ്മൾ തുടങ്ങുന്നത്, പ്രവേശിക്കുന്നത്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു അക്ബർ പറഞ്ഞാൽ ആദ്യമായി പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച തമ്പുരാന്റെ ഭാഗത്തേക്ക് എന്റെ മനസ്സിനെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇത് സംബന്ധമായി ഉപന്യസിക്കുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഈ വാക്ക് പറയുമ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വജ്ജഹ്തു വജ്ഹിയ എന്ന വാക്കിന് ശരിക്ക് ഭാഷാപരമായിട്ട് അർത്ഥം വെച്ചാൽ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു എന്നാണ്. ഇനി മുഖം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ അംഗം പറഞ്ഞ് മൊത്തം ശരീരം എന്ന് ഉദ്ദേശിക്കപ്പെട്ടു എന്ന് നാം അർത്ഥം കൊടുത്താലും എന്റെ ശരീരത്തെ ഞാൻ തിരിച്ചു വച്ചിരിക്കുന്നു എന്നർത്ഥം വരും. എവിടേക്ക് തിരിച്ചു വെച്ചു? തിരിച്ചു വെച്ചത് എങ്ങോട്ടാണ്? യഥാർത്ഥത്തിൽ കഅബയിലേക്ക്. കഅബയിലാ അല്ലാഹു തആല ഉള്ളത്. അല്ലാഹു തആല കഅബയിലോ ആകാശത്തിലോ അവിടെ 7ാം ഭൂമിയിലോ ഒന്നും പറയാൻ പറ്റൂല. അല്ലാഹു തആല സ്ഥലകാല അതീതനാണ്. ഇന്ന സ്ഥലത്താണെന്നോ ഇന്ന കാലത്താണെന്നോ അള്ളാഹിനെ പറ്റി പറയുന്നുവെങ്കിൽ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു തആല കഅബയിലല്ലാത്തത് കൊണ്ട് നാം അല്ലാഹു തആലയിലേക്ക് എന്റെ ശരീരത്തെ തിരിച്ചു വെച്ചു എന്ന വാക്കിന് അർത്ഥമല്ല കഅബയിലേക്കാ തിരിച്ചു വെക്കുന്നത്. പിന്നെന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്നോ? എന്റെ ശരീരം തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗം അതിലെ മനസ്സാണല്ലോ. ഈ മനസ്സിനെ ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചു എന്നേ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ മനസ്സ് അല്ലാഹു തആലാന്റെ ഭാഗത്തേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സിനെ അല്ലാഹു തആലയിലേക്ക് തിരിച്ചു വച്ചിട്ടുണ്ടോ? ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാനാഭാഗത്തേക്കും ചിന്തിച്ചുകൊണ്ട് പലതും ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യൻ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടച്ച തമ്പുരാനിലേക്ക് എന്റെ മനസ്സ് ഞാൻ തിരിച്ചു വച്ചു എന്ന് പറയുമ്പോൾ അയാളത് പറയുന്നത് കളവല്ലേ? സുബൈ നമസ്കരിക്കുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി അല്ലാഹു തആലാന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്. കള്ളപ്രതിജ്ഞ. എന്താ? മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കാതെ എന്റെ മനസ്സ് ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തു കളവ്.
ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയാളോ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുബഹിസ്കരിക്കാൻ വേണ്ടി പോയി ആദ്യത്തെ കളവ് പടച്ചവനോട് പറഞ്ഞു. ഇനി ആ ജീവിതം ആരംഭിക്കുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ടെന്ന കാര്യം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ പ്രതിജ്ഞക്ക് പോലും വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് എന്ന വാക്ക് പോലും അർത്ഥവത്തായിട്ട് മാറുന്നുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിലേക്ക് മനസ്സിനെ തിരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ നിസ്കാരം പ്രതിഫലാർഹമായ നിസ്കാരമായിട്ട് മാറും. ആ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന് വല്ലാത്ത മധുരമായിരിക്കും. എത്ര നിസ്കരിച്ചാലും പൂതി തീരൂല. അതാ നിസ്കാരത്തിന്റെ അവസ്ഥ. അള്ളാനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരമാണോ? നിസ്കരിച്ചാലും മതി വരൂല മനുഷ്യന്മാർക്ക്. പിന്നെയും നിസ്കരിക്കാനുള്ള പൂതിയായിരിക്കും. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം ഏതാണെന്നോ? ഹുബ്ബിബ ഇലയ്യ അത്വീബു വന്നിസാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണും, ഹുബ്ബിബ ഇലയ്യ, എനിക്ക് പ്രിയപ്പെട്ട കാര്യമാണ് അത്വീബു, സുഗന്ധദ്രവ്യം, വന്നിസാ, അതുപോലെ എന്റെ ഭാര്യമാർ, സ്ത്രീകൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ്. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന് കുളിർമ നിസ്കാരത്തിലാണ്. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിനുണ്ടായിത്തീരുക. ഈ നിസ്കാരം എന്തുകൊണ്ട്? അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ടുള്ള നിസ്കാരമാകുമ്പോ അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകള്, വല്ല മനപ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയും, യാ ബിലാൽ അരിഹിനാ ബിസ്വല, ബിലാല് നിസ്കാരം കൊണ്ട് നമുക്ക് നീ ആശ്വാസം ഉണ്ടാക്കിക്കൊണ്ടാന്ന് പറയുകയും അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് ഇഖാമത്ത് കൊടുക്കുകയും ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലേക്ക് തിരിയും. തന്റെ മനസ്സിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ നിസ്കാരത്തിൽ കടന്നാൽ എല്ലാം മാറി നല്ല സന്തുഷ്ടമായ മനസ്സായിട്ട് മാറും. നമുക്കൊക്കെ അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. നമ്മുടെ ഇല്ലാത്ത ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആർക്കുണ്ട്? നിസ്കരിക്കാൻ വേണ്ടി നിന്നാലാ നിസ്കാരത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം. ഇനിയും നിസ്കരിക്കണം. നിസ്കാരം എത്ര നീണ്ടാലും സന്തോഷം. ഈ അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഇഖ്ലാസിന്റെ, ഭക്തിയുടെ കുറവ് കൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ സംഭവിക്കുന്നത്. ഇത് അല്ലാഹു തആല പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ഒരാൾക്ക് ഖുശൂ ഇല്ലാതിരുന്നാൽ, ഭക്തി ഇല്ലാതിരുന്നാൽ നിസ്കാരം ഭാരമായിട്ട് മാറും. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതായ കാര്യം നമുക്ക് അനിഷ്ടമുള്ളതായിട്ട് മാറും. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് നിസ്കാരം ഒരു ഭാരിച്ച പണിയായിരിക്കും. നിസ്കരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ആ കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നീട്ടിവെച്ച് അങ്ങനെ കൊണ്ടുപോകും. നിസ്കാരത്തിലേക്ക് അങ്ങ് തുടങ്ങിയാലോ പരമാവധി വേഗത്തിൽ അതങ്ങ് തീർക്കും. വജ്ജഹ്തു ഇല്ല, അഊദു ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ സ്പീഡിൽ നീട്ടി വലിച്ച് ഒറ്റ ഓത്തങ്ങ് ഓതിയിട്ട് റുകൂഉം സുജൂദും ഒക്കെ ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി ചൊല്ലിയിട്ട് വേഗം തീർത്തു പോകും. വഇന്നഹാ ലകബീറ, ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായി തോന്നുകയാണ്, വലിയ സംഭവമായി തോന്നാൻ നിസ്കരിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നുകയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹുവിനെ പറ്റി നിസ്കാരത്തിൽ ചിന്തിക്കാത്ത ആളുകൾക്ക് നിസ്കാരം ഭാരമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന നിസ്കാരം അങ്ങനെയല്ല. വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണമെന്ന്. അഖീമുസ്വലാ എന്ന ഖുർആന്റെ പ്രയോഗ രീതി, നിസ്കരിക്കാൻ വേണ്ടി പറയുന്നിടത്തെല്ലാം അല്ലാഹു തആല പറയുന്ന അഖീമുസ്വലാ, നിസ്കാരത്തെ നിങ്ങൾ ഇഖാമത്ത് നടത്തുക. അഖീമുസ്വലാ എന്ന വാക്കിന്റെ അർത്ഥം നിസ്കാരത്തെ അതിന്റെ ശരിയായ ചിട്ടയോട് കൂടെ നിങ്ങൾ നിലനിർത്തണം എന്നാണ്. കാട്ടിക്കൂട്ടിയാ പോരാ, ചിട്ടയോട് കൂടെ നിസ്കരിക്കുക. ഇതാ നമ്മോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലമായി വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, വഅഖിമിസ്വലാത്ത ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തെ നിങ്ങൾ ചിട്ടയോട് കൂടെ നിർവഹിക്കണം. അങ്ങനെ ചിട്ടയോട് കൂടെ നിർവഹിക്കപ്പെട്ട നിസ്കാരമാണെങ്കിൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആ നിസ്കാരം നിസ്കരിക്കുന്നവരെ തടയും. നിസ്കരിക്കുന്ന ആൾക്കാര് തെറ്റ് ചെയ്യൂല. ശരിക്കതിന്റെ മലയാളം, നിസ്കാരം നിസ്കരിക്കുന്നവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിലക്കും, തടയും എന്ന് പറഞ്ഞാൽ
നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ ഭാഗത്തിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവൂല. നമ്മളൊക്കെ നിസ്കരിക്കലില്ലേ? നമ്മൾ വിലയിരുത്തുക നമ്മുടെ നിസ്കാരത്തെ പറ്റിയിട്ട് തന്നെയാണോ അള്ളാഹുവിന്റെ ഹബീബി പറഞ്ഞു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, എന്നിട്ട് നമ്മൾ ചെയ്യാറില്ലേ? തെറ്റുകൾ ചെയ്യാറില്ലേ? അള്ളാഹു പറയുന്നു, ഇന്ന അഖിമിസ് സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാ അൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തെ നിങ്ങൾ ചിട്ടയിൽ നിർവഹിക്കണം, അങ്ങനെ ക്രമത്തോട് കൂടെ നിസ്കരിക്കണം. നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം തെറ്റിൽ നിന്ന് വിലക്കുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു ഈ ചോദ്യം. സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂല് എന്താണ് ഈ ആയത്തിന്റെ സാരം? തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയില്ല നിസ്കരിക്കുന്ന ആളുടെ ഭാഗത്തിൽ നിന്നല്ലേ അള്ളാഹു തആല പറയുന്നത്? ഞങ്ങളൊക്കെ നിസ്കരിക്കാറുണ്ടല്ലോ, ഞങ്ങൾക്കും ചില അപാകതകളൊക്കെ സംഭവിക്കാറുമുണ്ടല്ലോ. എവിടെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്? ഒന്നുകിൽ നിസ്കരിക്കുന്നില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ചെയ്യണ തെറ്റല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അള്ളാഹു തആല പറഞ്ഞത് ശരിയല്ല, അത് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? മല്ലം തൻഹഹു സ്വലാത്തുഹു അൽ ഫഹ്ശാഇ വൽ മുൻകർ ഫലാ സ്വലാത്ത ലഹ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒരാളെ നിസ്കാരം അദ്ദേഹത്തെ വിലക്കുന്നില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അയാൾക്ക് നിസ്കാരമല്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ അഖിമിസ് സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാ അൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് അല്ലാഹ് പറഞ്ഞത് കൃത്യമാണ്. നിസ്കാരം നിങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആ നിസ്കാരം നിങ്ങളെ തടയും. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ തെറ്റുകുറ്റങ്ങൾ തടയുന്നില്ലെങ്കിലോ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം അല്ലാഹു തആല പറഞ്ഞ ആ നിസ്കാരമായിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ലൈസ ലിൽ അബ്ദി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. ഒരു മനുഷ്യന് തന്റെ നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം എന്ന് പറയാൻ പറ്റിയിട്ടുള്ളത് ഏതെന്നറിയാമോ? ആ നിസ്കാരത്തിൽ ചിന്ത കൊടുത്ത് നിസ്കരിക്കണ ഭാഗം ഏതാണോ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് അശ്രദ്ധയിലായി നിസ്കരിക്കണ ഭാഗത്ത് കാര്യമായി കണക്കിലെടുക്കാൻ പറ്റിയ ഭാഗമല്ല. ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നിസ്കാരത്തിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലമുണ്ടല്ലോ, വലിയ വാഗ്ദാനം. ഇത് കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ നിർബന്ധമായും നാം ഉണ്ടാക്കിയെടുക്കണം, ഭക്തിയെ ഉണ്ടാക്കിയെടുക്കണം, ഖുശൂഅോട് കൂടെ നിസ്കരിക്കണം, അള്ളാഹിനെ പറ്റി ആലോചന വേണം, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത നിസ്കാരാവസാനം വരെ പിടിച്ചു കെട്ടാൻ നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഖുശൂ' ഇല്ലാതിരിക്കുമ്പോൾ അത് കാരണം നിസ്കാരത്തിന് പ്രതിഫലം ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് ഖുശൂ' സുന്നത്താണ്, ഖുശൂ' ഉണ്ടായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. എങ്ങനെ ഉണ്ടാകും ഖുശൂ'? ഭക്തിയെ എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കുക? അതൊരൽപ്പം പ്രയാസമാണ്, നല്ല പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഈ നിസ്കാരത്തിൽ ഇങ്ങനെ സംഭവം ഉള്ളത് കൊണ്ടാണ് നിസ്കാരത്തെ പറ്റിയിട്ട് അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ, ശരീരം കൊണ്ടെടുക്കുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണെന്നല്ലേ പറയപ്പെടാറുള്ളത്. നല്ല അധ്വാനം നിസ്കരിക്കാൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. നിസ്കാരം നമ്മളൊക്കെ ചെയ്യണ നിസ്കാരം നിസ്കരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? 5 മിനിറ്റ് പോലും വേണ്ട. 5 മിനിറ്റ് വേണം നിസ്കരിക്കാൻ. ഈ നിസ്കാരത്തെ പറ്റിയിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ പറയാൻ എന്തിരിക്കുന്നുണ്ട്. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല, ഒരല്പം പ്രയാസം തന്നെയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന് ഇശ നിസ്കരിക്കണ സമയത്ത് ഒരു തീരുമാനം എടുക്കുക, നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി സലാം വീട്ടുന്നത് വരെ അള്ളാഹു എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയും എന്നെ നിസ്കാരത്തിലേക്ക് ഞാൻ കൊണ്ടുവരൂല എന്ന് മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നോക്കൂ. ഒരു റക്അത്ത് പോലും പൂർത്തിയാവൂല, അപ്പോഴേക്ക് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അതാ നിസ്കാരത്തിന്റെ അവസ്ഥ. അല്ലാഹു തആല നിസ്കാരത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചൊരു പഹയനുണ്ട്, ഒരു പിശാചുണ്ട്, ഖിൻസിബ് എന്ന അവന്റെ പേര്. ഈ ശൈത്താന്റെ പണി എന്തെന്നറിയാമോ? നിസ്കരിക്കാൻ വേണ്ടി നിന്നാല് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക.
ആ ശൈത്താനെ പ്രതിരോധിച്ച് ശൈത്താന്റെ എതിരെ നാം പ്രവർത്തിക്കണം, അവനെ പ്രതിരോധിക്കണം. അങ്ങനെ മനസ്സിനെ പിടിച്ചു കെട്ടുന്നിടത്ത് വിജയിക്കണം എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലത്തിന് അർഹതയുണ്ടായിരിക്കും. നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ എത്ര ശ്രമം നടത്തി കഴിഞ്ഞാലും അപ്പോഴേക്ക് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകാൻ സമ്മതിക്കരുത്. അപ്പോഴേക്ക് നമ്മൾ ചിന്തിക്കണം, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, നിസ്കരിക്കുകയാണല്ലോ. വീണ്ടും മനസ്സിനെ അവിടെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ മനസ്സിനെ പിടിച്ചു വലിച്ചാൻ വേണ്ടിയിട്ട് പിശാച് വന്ന് ശ്രമം നടത്തുമ്പോ അവനെ തോൽപ്പിച്ചിട്ട് മനസ്സിനെ അല്ലാഹുവിൽ കേന്ദ്രീകരിച്ച് നിസ്കാരത്തിന്റെ അവസാനം വരെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരൽപ്പം സാഹസികമായ ദൗത്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് വലിയ കൂലിയും അത് കർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലാർഹമായ ശ്രേഷ്ഠമായ കർമ്മം എന്നൊക്കെ പറയുന്നത്. ആ നിസ്കാരമാണ് അല്ലാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിസ്കാരം അങ്ങനെയായി മാറുവാൻ വേണ്ടി, അതായത് മനുഷ്യന്റെ മനസ്സിന് അവിടെ തടഞ്ഞു നിർത്തണമെങ്കിൽ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റ് ചിന്തകളൊക്കെ ആദ്യം ഒഴിവാക്കണം. ഒഴിഞ്ഞ ഹൃദയം, ആ ഫറാഹുൽ ഖൽബോട് കൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കാനുള്ള കാരണം അതാണ്. ചിന്ത മനസ്സിലേക്ക് പലതും ഇങ്ങനെ കയറി വരരുത്. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് നിസ്കാരത്തിലേക്ക് നിന്നാൽ ഒരാശ്വാസം കിട്ടും മനസ്സിന്. അപ്പൊ റബ്ബിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ഒരു പരിധി വരെ കഴിയും. മലമൂത്ര വിസർജനത്തിന് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാള് അത് ഒഴിവാക്കാതെ, തന്നെ മുട്ട് തീർക്കാതെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് കറാഹത്താണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. മൂത്രയിക്കാൻ വല്ലാതെ മുട്ടുന്നുണ്ട്, ഒരു ഒതു കയ്യിലുണ്ട്, അപ്പൊ മൂത്രയിച്ചപ്പോ ഒതുവൻ പോകും, പിന്നെ ഒതു ഉണ്ടാക്കണല്ലോ. എന്തായാലും അങ്ങനെ നിസ്കരിക്കട്ടെ, പിന്നെ മൂത്രയിക്കാന്ന് കരുതിയിട്ട് നിസ്കരിക്കാൻ നിന്നാൽ പിടിച്ചു വെക്കുക മൂത്രത്തിന്. വല്ല സുഖവും കിട്ടുമോ നിസ്കാരം അവസാനിക്കുന്നത് വരെ അയാൾക്ക്? ആ രീതിയിൽ മുട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കിയിട്ട് ഒരു ഒഴിവോട് കൂടെ നിസ്കരിക്കുമ്പോഴേ മനസ്സിനെ അവിടെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ നിസ്കരിക്കൽ കറാഹത്താണ് എന്നല്ല. വിശന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണമാണെങ്കിൽ വെള്ളമാണെങ്കിൽ തന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്, വിളിച്ചു പറഞ്ഞാൽ കിട്ടുന്ന അകലത്തിൽ, ഈ സമയത്ത് ആ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ശരിയല്ല. വെള്ളം കുടിച്ചിട്ട് ദാഹം മാറ്റിയിട്ട് അതുപോലെ തന്നെ ആഹാരം കഴിച്ച് വിശപ്പ് മാറ്റിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മനസ്സിൽ നിന്ന് ആ ചിന്ത അങ്ങ് പോകുമല്ലോ. അങ്ങനെ മനസ്സിൽ നിന്ന് ചിന്തകളെല്ലാം ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കുമ്പോ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ പരമാവധി ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട അയിമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്, ഇഖ്ലാസ് ഉണ്ടാവാനുള്ള മാർഗം, ഭക്തി ഉണ്ടാവാനുള്ള മാർഗം ഇസ്തിഹ്ളാറു അന്നഹു ബൈന യദൈ മലിക്കിൽ മുലൂക്ക്. താനിപ്പോൾ നിൽക്കുന്നത് മലിക്കുൽ മുലൂക്കായ തമ്പുരാന്റെ മുമ്പിലാണ് എന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നിസ്കാരത്തിന്റെ ഇടക്ക്. മലിക്കുൽ മുലൂക്കായ തമ്പുരാൻ, രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ എന്റെ മനസ്സിന്റെ അകത്തെ ചലനങ്ങൾ പോലും അറിയുന്നവനാണ്. ഈ മനസ്സുകൊണ്ട് ഞാൻ വേറെ വല്ലതും ചിന്തിച്ചാൽ അതുപോലും അറിയുന്നവരാണ് ആ തമ്പുരാൻ. ആ റബ്ബ് അറിയുമല്ലോ എന്റെ ചിന്ത എന്ന് ഓർത്തുകൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം, മനസ്സിനെ തടഞ്ഞു നിർത്താൻ സാധിക്കണം. അതേപോലെ തന്നെ റുക്കൂഴും സുജൂദും ഒക്കെ നീട്ടി നിർവഹിക്കുക. ഇത്വാലത്തു റുക്കൂഇ വസ്സുജൂദ്. സുജൂദിൽ സാധാരണ നമ്മൾ 3 പ്രാവശ്യമാണല്ലോ സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി എന്ന് പറയാറുള്ളത്. സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി റുക്കൂഇൽ 3 വട്ടവും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി 3 വട്ടവും നമ്മൾ സാധാരണ ചൊല്ലുക. ഒറ്റക്ക് നിസ്കരിക്കണ നേരത്ത് ആ 3 ഒക്കെ വിട്ടിട്ട് ഒരു 5, 7, 9, 11 വട്ടക്കം ചെല്ലുക. സുന്നത്താണ്. 11 പ്രാവശ്യം വരെ സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി എന്ന് റുക്കൂഇൽ പറയൽ സുന്നത്തുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി 11 വട്ടം വരെ പറയൽ സുന്നത്താണ്. അതുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ അങ്ങനെ ചൊല്ലിയാൽ
അതുകൊണ്ട് ഭക്തി ഉണ്ടായിത്തീരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഉണർത്തിത്തരുകയാണ്. ഇനി അതിന്റെയും പുറമെ വേറെ ഉണ്ട് ചൊല്ലാന്. റുകൂഅ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 11 വട്ടം ചൊല്ലിയിട്ട് പിന്നെയും ഒരൽപ്പം നീട്ടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅ ലക സംഇ വബസരി വമുഖി വഅസബി വഅളമി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ദിക്ർ കൂടി ചൊല്ലി കൊടുക്കുക. സുജൂദിൽ പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഒരു 11 വട്ടം ചൊല്ലി സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ആ നിസ്കാരത്തിലൊക്കെ ചൊല്ലി കുറെ അധികം സമയം സുജൂദിൽ ചെലവഴിച്ചാൽ, റുക്കൂഇൽ ചെലവഴിച്ചാൽ അതുകൊണ്ട് ഭക്തി ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഉണർത്തിയിട്ടുണ്ട്. സുജൂദിന്റെ ആ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത് എങ്ങോട്ടാ? സുജൂദ് ചെയ്യുന്ന സ്ഥാനം. അത് ഇരുട്ടത്ത് നിസ്കരിക്കുകയാണെങ്കിലും, ഇരുട്ടത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനം കാണൂലെങ്കിലും സുജൂദിന്റെ സ്ഥാനം എവിടെ ഉണ്ടാകാൻ നമുക്ക് അറിയാലോ. അങ്ങോട്ട് ഇങ്ങനെ കാഴ്ച അങ്ങോട്ട് തിരിച്ചു വിടുക. മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും അങ്ങനെയെന്നാ. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മയ്യത്തിനല്ല നോക്കേണ്ടത്. മയ്യത്ത് നിസ്കാരത്ത് സുജൂദ് ഇല്ലല്ലോ. എന്നാലും സുജൂദിന്റെ സ്ഥാനം എവിടെയാണോ വരിക എങ്കിൽ ആ ഭാഗത്തേക്ക്. അത്തഹിയ്യാത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ കയ്യിന്റെ വിരല് ഉയർത്തുമല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ചൂണ്ടുവിരല്, ഈ മുസബ്ബിഹത്ത് വിരല് ഉയർത്തിപ്പിടിക്കും. പിന്നെ സലാം വീട്ടുവോളം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ വിരൽ ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ സലാം വീട്ടുന്നത് വരെ ആ വിരല് വെക്കാൻ നോക്കേണ്ടത്. ബാക്കിയുള്ള സമയത്തൊക്കെ നോക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന ആ പോയിന്റിലേക്കാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഭക്തിയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ റബ്ബ് തആലാന്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്, മര്യാദക്കേട് കാണിച്ച് ഞാൻ പലതും ആലോചിച്ചാൽ അള്ളാഹു എന്നെ പിടികൂടുമോ എന്ന ഒരു ഭീതി തന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തി അള്ളാഹുവിനെ പറ്റി ആലോചിച്ച് നിസ്കാരം ഉണ്ടാക്കിയാൽ നമ്മുടെ നിസ്കാരത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലം ഉണ്ടാകും. അപ്പോഴാണ് നിസ്കാരത്തിന് 700 ഇരട്ടിയൊക്കെ കൂലി കിട്ടുക. 500, 600, 700 ഒക്കെ ചില ആൾക്കാർക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് ഭക്തിയുടെ തോതനുസരിച്ചു കൊണ്ടാണ് ആ പ്രതിഫലത്തിന്റെ മടങ്ങുകൾ അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കുക. അപ്പോ നമ്മൾ വിജയികളായി മാറും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചു, നിസ്കാരത്തിൽ ഖുശൂഉള്ള വിശ്വാസികൾ എന്ന അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല അത്തരം വിശ്വാസികളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.